പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സ്വിച്ച് പാഡ് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് UPI വഴി ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്വിച്ച് മൊബൈലിൽ നമുക്ക് UPI ട്രാൻസാക്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതും അത് ഉപയോഗിച്ച് ക്യാഷ് അയക്കുന്ന രീതിയുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ UPI ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ മെനു ബാറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴ്ഭാഗത്തോട്ട് വരുന്ന സമയത്ത് GSPay എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു നോട്ട് പാഡ് വരുന്നതായിരിക്കും. ഈ മെസ്സേജ് ഓക്കെ എന്നുള്ള ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ വരുന്നത് പേ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഔട്ട് ഗോയിങ് ട്രാൻസാക്ഷൻസ്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, മൈ അക്കൗണ്ട്, മോർ ഓപ്ഷൻസ് എന്നിങ്ങനെ ഓപ്ഷനുകളാണ് വരുന്നത്. ഇതിൽ ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള പേ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ടു പേ പ്ലീസ് രജിസ്റ്റർ വിത്ത് യുവർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് കാണിക്കുന്നുണ്ട്. അതിന് താഴ്ഭാഗത്തായിട്ട് തന്നെ ആ നടുക്ക് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ എന്ന രീതി കാണിച്ചുകൊണ്ട് ഒരു ഓപ്ഷൻ വരുന്നതാണ്. നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ സിം ആയിരിക്കണം ഈ മൊബൈലിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കേണ്ടത്. അതിനുശേഷം എൻ്റർ ഫസ്റ്റ് 4 ലെറ്റേഴ്സ് ഓഫ് ദ IFSC കോഡ് ഓഫ് യുവർ ബാങ്ക് അക്കൗണ്ടിൻ്റെ IFSC കോഡിൻ്റെ ആദ്യത്തെ 4 അക്കം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ലിങ്കിങ് പ്രോസസ്സ് ഇനിഷ്യേറ്റഡ് എന്ന ഇത് കാണിക്കും. പ്ലീസ് വെയിറ്റ് കണക്റ്റിംഗ് വിത്ത് സെർവർ എന്ന ഇത് കാണിക്കും. അത് കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് ഡൺ സക്സസ്ഫുള്ളി എന്ന ഇത് കാണിച്ചു. അപ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഇപ്പോൾ ലിങ്ക് ആയിട്ടുണ്ട്. ഈ രീതിയിലാണ് ലിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാൻസൽ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ മൈ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമുക്കൊന്ന് ചെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. UPI ID കാണാം, ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. കസ്റ്റമർ നെയിം ഏതാണ് എന്നുള്ളതും കാണിക്കുന്നതായിരിക്കും. ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓണറിൻ്റെ നെയിം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് പേ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പേ ബൈ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പേ ബൈ UPI ID എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് മൊബൈൽ നമ്പർ യൂസ് ചെയ്തുകൊണ്ടും UPI ID എൻ്റർ ചെയ്തുകൊണ്ട് അത് വഴിയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ സാധാരണ ഗൂഗിൾ പേയിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പേ ബൈ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേ ബൈ മൊബൈൽ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ UPIയുടെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. എൻ്റർ പേ മൊബൈൽ നമ്പർ എന്ന ഇത് കാണിച്ചു. അതായത് നമ്മൾ എമൗണ്ട് സെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മൊബൈൽ നമ്പറിൽ UPI ഉണ്ടാവണം. അതായത് ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎമ്മോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ അവരുടെ അതൊക്കെ യൂസ് ചെയ്യുന്ന ആ നമ്പറായിരിക്കണം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തായിട്ട് എൻ്റർ എമൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് എമൗണ്ട് എത്ര രൂപയാണ് നമ്മൾ സെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് അവിടെ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ യുവർ UPI പിന്നെ എന്ന് പറയുന്ന ഭാഗം വരുന്നതാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അക്കൗണ്ട് നേരത്തെ UPI ആപ്ലിക്കേഷനുകളായിട്ടുള്ള ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎമ്മിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു UPI പിന്ന് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ UPI പിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ UPI പിന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും പേയിങ് ₹5 ടു മൊബൈൽ നമ്പർ എന്ന ഇത് കാണിച്ചിട്ട് നമ്മൾ സെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന എമൗണ്ട് ഏത് മൊബൈൽ നമ്പറിലോട്ടാണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നടുക്ക് ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റ് ഇനിഷ്യേറ്റഡ് സക്സസ്ഫുൾ എന്ന ഇത് കാണിച്ചു. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് നമ്മളുടെ മൊബൈലിൽ നിന്ന് പോയിട്ടുണ്ട്, അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിട്ടുണ്ടെന്ന് കാണിച്ചു. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്തു, എൻ്റെ അക്കൗണ്ടിലോട്ട് അത് ലഭിച്ചു. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് സ്വിച്ച് ഫോണിലും ഗൂഗിൾ പേ പോലെ തന്നെ UPI ആപ്ലിക്കേഷനുകളിലോട്ട് പേയ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സംവിധാനമുള്ളത്. GSPay എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ സ്വിച്ച് മൊബൈലിൽ ഒട്ടുമിക്ക മൊബൈലുകളിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു UPI പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർഡ് ആയിരിക്കണം. UPI പിന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ച് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്വിച്ച് ഫോണിൻ്റെ സഹായത്തോടു കൂടിയും പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.